നമ്മുടെ മലയാള എക്സാമിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയോ കവിതയോ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഠസന്ദർഭമൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ രണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ താരതമ്യക്കുറിപ്പ് എങ്ങനെയാണ് നന്നായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞിരുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് വ്യവഹാര രൂപങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കഥയോ കവിതയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ താരതമ്യം ചെയ്യുന്ന രണ്ട് വ്യവഹാര രൂപങ്ങളിലെയും ആശയങ്ങൾ കണ്ടെത്തിയിട്ട് ചുരുക്കി എഴുതണം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരിക്കില്ലേ, ആ രണ്ടെണ്ണം തമ്മിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള താരതമ്യം ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് വ്യവഹാര രൂപങ്ങൾ, അതായത് ഒന്നില്ലെങ്കിൽ കഥയായിരിക്കാം അല്ലെങ്കിൽ കവിതയായിരിക്കാം. അപ്പോൾ രണ്ടിലെയും ആശയങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ചുരുക്കി എഴുതണം. പിന്നെ അതേപോലെ തന്നെ സാമ്യ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താം. അതേപോലെ തന്നെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ മെച്ചം ഇതെന്ന് പറയാം, പക്ഷെ അതെന്തായില്ല അവസാന വാക്കല്ല എന്നുള്ളത് ആലോചിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം നിലപാടുകൾ നമുക്ക് യുക്തിസഹമായിട്ട് അവതരിപ്പിക്കുക. അതായത് നമ്മുടെ നിലപാട് കൂടെ നമുക്ക് അതിൽ ഇത് താരതമ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ നിലപാട് കൂടെ നമുക്ക് അവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ രണ്ടിൻ്റെ എന്തെങ്കിലും ശീർഷകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശീർഷകങ്ങളിലെ വ്യത്യാസവും നമ്മൾ താരതമ്യം ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആ താരതമ്യക്കുറിപ്പിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ താരതമ്യത്തിന് ചെയ്യുന്ന അല്ലെങ്കിൽ താരതമ്യത്തിന് വിധേയമാകേണ്ട വിഷയത്തെ അല്ലെങ്കിൽ വ്യക്തിയെ കുറിച്ചിട്ട് പരമാവധി ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ നിഗമനങ്ങൾ ശക്തമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള നിഗമനങ്ങൾ നമുക്ക് അവിടെ അവതരിപ്പിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സാമ്യ വ്യത്യാസങ്ങൾ, അതായത് രണ്ടും തമ്മിൽ ഒന്ന് ഒരു താരതമ്യം ചെയ്യുമ്പോൾ അതിലെ സാമ്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക അല്ലേ. രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ രണ്ടെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ നമ്മുടെ അഭിപ്രായം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇതിന് മാതൃകകളാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന് ഒരു താരതമ്യക്കുറിപ്പ് ഒന്ന് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ലേ. ഇപ്പോൾ മിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഓർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മളൊരു ലൈവ് വരുന്നുണ്ട്, നമ്മുടെ മലയാളത്തിൻ്റെ ലൈവ്. അപ്പോൾ ആരും മിസ്സാക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെയുള്ള താരതമ്യക്കുറിപ്പ് ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.